കൂത്തുപറമ്പിലെ ഒരു ക്യാമ്പസ് മുറിയിൽ ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുമ്പോ റോഷന്റെ മനസ്സിൽ രാവിലെ വാസുവാട്ടം പറഞ്ഞ വാർത്തകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരുന്നു. ഇതാ ഞാൻ ഈ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന സമയം എന്റെ തൊട്ടപ്പുറത്തുള്ള മൈതാനിയിൽ വലിയൊരു സമരം നടക്കുകയാണല്ലോ എന്ന് റോഷൻ ഇങ്ങനെ ആവർത്തിച്ചോർത്തുകൊണ്ടേയിരിക്കും. കുറച്ചു കഴിഞ്ഞപ്പോ റോഷൻ അറിയും ആ സമരം പ്രക്ഷുബ്ധമായിട്ടുണ്ട്, സമരത്തിൽ വെടിവെപ്പുണ്ടായിട്ടുണ്ട്. ഒരു നിമിഷം ആലോചിക്കാതെ പ്രിയപ്പെട്ടവരെ, വെടിവെപ്പുണ്ടായെന്ന് തിരിച്ചറിഞ്ഞിട്ട് വെടിവെപ്പ് നടന്നു എന്ന നല്ല ധാരണയോട് കൂടിയിട്ട് വെടിവെപ്പ് നടന്ന സ്ഥലത്തേക്ക് സധൈര്യം കടന്നു പോകാൻ ക്ലാസ് മുറി വിട്ട് റോഷൻ തയ്യാറാകുന്നു. ഞാൻ ഇവിടെ ഇരുന്നാ പോരാ, ഞാൻ ക്ലാസ്സിൽ ഇരുന്നാ പോരാ. എന്റെ അച്ഛൻ പറഞ്ഞതുപോലെ സാധാരണക്കാരന്റെ, കൂലിപ്പണിക്കാരന്റെ, തോട്ടം തൊഴിലാളികളുടെ, ഈ നാടിനകത്തുള്ള ഓട്ടോറിക്ഷക്കാരന്റെ, ഈ നാടിനകത്തുള്ള സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി എന്റെ സഖാക്കളെ കൂത്തുപുറം പണി നിരക്കുമ്പോ അവര് വെടിയേറ്റ് വാങ്ങേണ്ടി വരുമ്പോ ഞാൻ എങ്ങനെയാണ് സമാധാനത്തോടുകൂടി ഈ ക്ലാസ് മുറിയിൽ ഇരിക്കേണ്ടത് എന്ന് ചിന്തിച്ച SFIയുടെ പ്രിയപ്പെട്ട നേതാവ് റോഷൻ സധൈര്യം സമരഭൂമിയിലേക്ക് പോകുന്നു. പിന്നെ കേട്ടൊരു അനുഭവം ഉണ്ട്. വാസുവേട്ടൻ നിറകണ്ണുകളോട് നമ്മളോട് പറയും, വേദനയോടുകൂടി, അതിനേക്കാളേറെ ആത്മാഭിമാനത്തോടുകൂടി, അതിലുമേറെ അഭിമാനത്തോടുകൂടി വാസുവേട്ടൻ SFIയുടെ വേദിയിൽ വന്നിട്ട് പറയും, റോഷനെ കാണാൻ വേണ്ടി ഞാൻ കൂത്തുപറമ്പിലെ ജനറൽ ആശുപത്രിയിലേക്ക് പോയി. എന്നോട് എന്റെ സഖാക്കൾ പറഞ്ഞു, ഇതാ റോഷൻ അടക്കമുള്ളവർക്ക് വെടിയേറ്റിട്ടുണ്ട്, അപ്പോഴും മരിച്ചു എന്ന് എന്നോട് ആ സഖാക്കൾ പറഞ്ഞിരുന്നില്ല. എന്റെ മോനെ കാണാൻ ഞാൻ ആശുപത്രിയിലേക്ക് പോയി. എന്റെ മോനോടൊപ്പം അന്ന് വെടിയേറ്റ സഖാക്കളെ ഓരോരുത്തരെയും ഞാൻ കണ്ടു. റോഷന്റെ അടുത്തേക്ക് എത്തിയപ്പോ ഞാൻ ആദ്യം നോക്കിയത് റോഷന്റെ ശരീരത്തിൽ എവിടെയാണ് വെടിയേറ്റതെന്നാണ്. നോക്കണം, പെറ്റുപോറ്റിയ മകൻ ജീവനറ്റ് കണ്ണിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ആ പിതാവ് തപ്പിയത് ശരീരത്തിൽ എവിടെയായിരുന്നു അവനെ വെടിയേറ്റ് വാങ്ങിയതെന്നാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് വാസുവേട്ടൻ തിരിച്ചറിഞ്ഞത് ശരീരത്തിന്റെ ഇടനെഞ്ചിനടുത്തായിട്ട് മുൻവശത്താണ് വെടിയേറ്റത്. വാസുവേട്ടൻ ഒപ്പം നിന്ന സഖാക്കളോട് ആദ്യം പറഞ്ഞ വാചകമുണ്ട്, എന്റെ പൊന്നുമകൻ, എന്റെ പൊന്നുമകൻ വെടിയേറ്റ കേട്ട് തിരിച്ചോടുമ്പോഴല്ലോ സഖാവേ. നോക്കണം, ഇതാ സധൈര്യം വെടിക്ക് നേരെ ആവേശത്തോടുകൂടി കടന്നു പോകുമ്പോഴല്ലേ അവന് മരിച്ചു വീഴേണ്ടി വന്നത്. ഞാൻ എന്റെ മകനെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാസുവേട്ടൻ സകല സഖാക്കളോടും പറഞ്ഞൊരു അനുഭവം ഉണ്ട്.